ശക്തമായ മഴയിൽ കാഞ്ചിയാർ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ ഭാഗികമായി തകർന്നു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് അഞ്ചുരുളിലേക്കുള്ള യാത്ര നിരോധിച്ചതായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലുണ്ടായത്. 3 വീടുകൾ ഭാഗികമായി തകർന്നു. കോടാലിപ്പാറ കൈതമറ്റം സുജിത സന്തോഷിന്റെ വീടും വെള്ളിലാങ്കണ്ടം കടക്കാക്കുന്നൽ ഗോപാലന്റെ വീടും കിഴക്കേ മാട്ടുകെട്ട വീണ ജോസിന്റെ വീടും ഭാഗികമായി തകർന്നു. ശക്തമായ മഴയാണ് വീടുകൾ നശിക്കാൻ ഇടയായത്. ഇന്നലെ തുടങ്ങിയ മഴയിൽ നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 3 വീടുകൾ ഭാഗികമായിട്ട് മണ്ണിടിച്ചിലിൽ ഭാഗികമായിട്ട് പോയിട്ടുണ്ട്. കുഴിയോടിപ്പാലം താൽക്കാലികമായിട്ട് ഇട്ടിരുന്ന പാലം പോയി. നിലവിൽ നമ്മൾ ഒരു പാലം മഴ കുറഞ്ഞ് വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് പാലം ഇടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ പഞ്ചായത്തിന്റെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെ ഇടും. നിലവിൽ അതിന് ബഡ്ജറ്റിൽ MLA ഒരു 65 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് MLAയുടെ ഇതിൽ പഞ്ചായത്തിന്റെ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അഞ്ചുരുളിയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുള്ളതുകൊണ്ട് സന്ദർശകർ ആ വഴി പോകുന്നത് പരമാവധി ഒഴിവാക്കുക. താൽക്കാലികമായി ഉണ്ടായിരുന്ന കുഴിയോടിപ്പാലം തകർന്നതിനെ തുടർന്ന് മഴ കുറയുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും. കുഴിയോടിപ്പാലം നിർമ്മിക്കാനായി MLA 65 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അഞ്ചുരുളി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്ര പോകുന്ന ഒഴിവാക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ.